was having a hard time kind of stuck in life. I was angry at a lot of people, and I heard about LSD. അങ്ങനെ 2 ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കിച്ച് കിച്ച് സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി അതിനുശേഷം ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുക. ഇന്ന് നേരെ പോകാൻ വേണ്ടി കുറുക്കഞ്ചേരിയിലേക്കല്ല കേട്ടോ. യൂഷ്വലി ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി അങ്ങനെ ആരാംസയൊക്കെ പോവുക. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. കുറേ വർഷത്തെ ഒരു ആഗ്രഹമാണ് ഒരു ടാറ്റു ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുൽദീപിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ, ദി ഡീപ്പിങ്സ് ടാറ്റു. അപ്പോൾ അവിടെ പോയിട്ട് ഇനി എൻ്റെ അടുത്ത കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടാറ്റു മോഹം ഞാൻ സാധിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇനി എന്ത് കുത്തും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പം ഇനി ഓൺ ദ വേ. ഓക്കെ, യെസ്. അപ്പോൾ ദി ഡീപ്പിങ്സ് ടാറ്റു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് തലകുറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് എല്ലാം കുൽദീപിന്റെ കയ്യിൽ ഞാൻ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പുള്ളി തീരുമാനിക്കട്ടെ. എനിക്ക് കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെയാണ് കുൽദീപിന്റെ അടുത്ത് ഞാൻ ഇനീഷ്യലി വന്ന് കയറിയപ്പോൾ തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചോദിച്ചൊരു കാര്യം, വേദന എടുക്കുമെന്ന്. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളതെന്നാണ് കക്ഷി പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഇനി ഉറുമ്പാണോ കടിക്കുക എന്താണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഏറ്റവും അത് നമുക്ക് ഇനി ടാറ്റൂസിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പം ഏതൊക്കെയാണെന്നുള്ളത് സ്ലൈറ്റ് ചെറിയൊരു ഐഡിയ ആയിരിക്കില്ല, ബാക്കി നോക്കി ചോദിക്കാം. ഓക്കെ, കുൽദീപ് ഇതാണ് ദി ഡീപ്പിങ്സിന്റെ മെയിൻ. അപ്പൊ കുൽദീപാണ് കേട്ടോ എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചത്. ലക്ഷ്മിക്ക് ഒരു ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കല്ലേ. അപ്പൊ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ടാറ്റു ചെയ്യാന്നൊക്കെ പറഞ്ഞേ. എന്തായി ഉറുമ്പാണോ പഠിക്കും? എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇപ്പോഴും കരയുന്ന ഒരാളാണ്. ചെറിയ പെയിൻ ഉണ്ടാകും. പേരുണ്ടാവും. ആദ്യം ഉറുമ്പടി എന്നിട്ട് എന്നെ വിളിച്ച സമയത്ത് പേടിക്കണ വേദന അങ്ങനെ പറഞ്ഞേ. അപ്പം എന്തൊക്കെയാ എനിക്ക് ചെയ്യാൻ? എനിക്ക് പറഞ്ഞില്ലേ ഫോണിന്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. സെലക്ട് ചെയ്യാം. ഓക്കെ, വേറെ കാര്യം കൂടി സെലക്ട് ചെയ്ത് റെഡിയാക്കാം. ഓൾ റൈറ്റ്. ഓക്കെ, കയ്യില് നക്ഷത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം. ഡിസൈൻ വേണം, കാരണം കുറച്ച് സ്റ്റാർസ് ഒക്കെ വേണം. അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫോണ്ടൊക്കെ. ഇനി ഇതെന്റെ കയ്യിൽ വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഒരു കാര്യം 10 തവണ ഇങ്ങനെ ആലോചിക്കണം. ലാസ്റ്റ് ഞാൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ലാസ്റ്റ് ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞു പോകുമെന്ന് എൻ്റെ ഒരു ഡൗട്ട്. കഴിഞ്ഞിട്ടേ ചൂടോടുകൂടി കിട്ടിയിട്ടുണ്ട് നക്ഷത്ര. അപ്പൊ ഇതാണ് ഞാനിപ്പം കയ്യിൽ ഒരു 90% ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു 10% വീണ്ടും കുൽദീപിന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടെ ഉണ്ടോ? നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് ഇതിനേക്കാളും നല്ല പാറ്റേൺ ഇനി വേറെ ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടോ? കുറെ ഉണ്ട് കേട്ടോ. ഏതാ എടുക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ലൈഫ് ലോങ് അല്ലേ. കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ട അല്ലേ? ഇതന്നെയാണ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാര്യങ്ങൾ. കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്നുള്ളൊരു ഭാവമാണ് എനിക്കെന്നുണ്ടെങ്കിലും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണെ. ഇവിടെ റൈറ്റ് അല്ലേ? എന്താവോ എനിക്ക് പതിവില് വിപരീതമായിട്ട് പറ്റുന്ന ഞാൻ ഭയങ്കര ചിരിച്ചിരിക്കുന്നതാണല്ലോ. എത്ര വലിയ ചിരിയൊന്നും വരില്ല. എന്താ കാരണം? യൂഷ്വലി എല്ലാവരും ചോദിക്കാറുള്ളത് എങ്ങനെ ചിരിച്ചിരിക്കാണ്. പക്ഷെ ഇത് വെറും അഭിനയം കണ്ടു. എനിക്ക് ചിരി വരുന്നില്ല.
ഇപ്പൊ ഈ ഒരു കോവിഡ് ടൈമില് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് മെഷേഴ്സ് എടുത്തിട്ടുള്ളത്? അല്ല, ഞാൻ മാക്സിമം നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ടാറ്റു ഓൾറെഡി നമ്മൾ കോവിഡ് ടൈം എന്നല്ല, നോർമൽ നമ്മൾ ഹൈജീൻ കൊറോണ വരുന്നതിന് മുന്നേ ഹൈജീൻ നമ്മൾ 100% സൂക്ഷിക്കാറുണ്ട്. എല്ലാം എൻഷുർഡ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും ഞങ്ങൾ ഫ്രഷ് ആയി യൂസ് ചെയ്യാം. യൂസ് ആയാലും ശരി. ആക്ച്വലി കുൽദീപ് എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ മലയാളിയെന്ന് വിചാരിച്ചേ ഇല്ല. ഞാൻ സ്വയം ഇട്ട പേരാണോ? ആണോ? സീരിയസ്ലി? ഞാൻ വിചാരിച്ചു ഞാൻ നക്ഷത്രാമിന്റെ മലയാളിക്കുന്നത്. പിന്നെ നക്ഷത്ര ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ നക്ഷത്രം ഇപ്പൊ എന്റെ കയ്യിൽ കേട്ടോ. കുൽദീപിന് സുഖല്ലേ? സുഖം. എന്താ എന്നോട് തിരിച്ചു വെക്കാത്തെ? എന്താ ചോദിക്കുക? ആദ്യം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം. എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടോന്നൊരു സംശയമുണ്ട്. ശരിക്കും കുൽദീപ് എന്തിലാ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? പോർട്രേറ്റിലാണോ? പോർട്രേറ്റ് ഒന്നുമില്ല, ഞാൻ റിയലിസ്റ്റിക് വർക്കാണ്. റിയലിസ്റ്റിക് വർക്ക് ചിലപ്പോൾ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൈപ്പർ റിയലിസ്റ്റിക്, നമുക്ക് ഏതിപ്പോൾ ഒരു ഫോട്ടോ ആണെന്നെങ്കിൽ അത് 100% അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് വേണം കുറെ റിയലിസ്റ്റിക് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട്. നമുക്കിത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒന്ന് എഴുന്നേറ്റേക്ക്, നേരെ ഒന്ന് ഫ്രണ്ട് ഫേസ് ചെയ്തേക്ക്, ഇങ്ങനെ നോർമലായിട്ട്. ഇത് ഇതിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. കയ്യിൽ സെൻട്രൽ ലെൻസ് എടുത്തിട്ട് നോർമൽ ഇങ്ങനെ മൈക്കൊക്കെ പിടിക്കുക. മൈക്ക് പിടിക്കാൻ നമുക്കത് സെൻട്രലായിട്ട് കിട്ടണം. എന്താണോ എനിക്ക് ഒട്ടും എനർജി ഇല്ലല്ലോ. നമ്മൾ പ്രോഗ്രാമിനെ പറ്റി പറയാം. പ്രോഗ്രാമിനെ പറ്റി പറയാം, അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല? ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ ഈവൺ ഇപ്പോഴും എന്തെങ്കിലും ബ്ലഡ് ചെക്കോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കരയുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പിരികം ത്രെഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ആ പിരികം ത്രെഡ് ചെയ്യുന്ന എൻ്റെ ഒരു 20% പോലും പെയിൻ ഇല്ല എന്നാണ് നോർമൽ കസ്റ്റമേഴ്സ് പറയാറുള്ളത്. കാരണം പിരിയം ത്രെഡ് ചെയ്യുന്ന നല്ല പെയിൻ. അടുത്താണോ നമ്മുടെ ഡീപ്പിങ്സിലാണോ? ഡീപ്പിങ്സിന്റെ പ്രത്യേകതയാണോ? ടീപ്പിങ്സിന് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കസ്റ്റമേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ പിടിച്ചോളൂ. ഇത് സ്റ്റെൻസിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഷനാണ്. ഇത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ സ്റ്റെൻസിൽ പ്ലേസ് ചെയ്യാം. നീ സ്റ്റെൻസിൽ എന്താന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കണ്ടതാണ്. അപ്പം എന്താണെന്നുള്ളത് കുൽദീപ് തന്നെ പറഞ്ഞു കേട്ടോ. സ്റ്റെൻസിൽ എന്ന് വെച്ചാൽ നമ്മൾ ടാറ്റു ചെയ്യുന്നതിൻ്റെ നമ്മൾ ആർട്ടിസ്റ്റിന് അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചെറിയൊരു ഏത് ഫോട്ടോ ആയാലും ശരി അതിനൊക്കെ നമ്മൾ സ്റ്റെൻസിൽ വരച്ച് അതിനാണ് പ്ലേസ് ചെയ്യാം. ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ട സെയിം സാധനം ട്രേസിംഗ് കോപ്പി പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അത് കട്ട് ചെയ്ത് അശൻ എടുത്തിട്ടുണ്ട്. നമ്മളത് പ്ലേസ് ചെയ്ത് നക്ഷത്ര കയ്യമ്മ കേറി അല്ല കയറാൻ പോണേ. ഒരു മിനിറ്റ് അങ്ങനെ നടക്കണേ. നക്ഷത്ര കയ്യമ്മ കയറി നമ്മൾ ടാറ്റു കുട്ടിക്കണമല്ല. ആഹാ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പോട്ടെ. ഇത് ഒട്ടും പേരെടുത്തില്ലല്ലോ. ഓക്കെ ഓക്കെ എന്നാ ശരിട്ടാ. ഇനിയാണ് ശരിക്കുള്ള പരിപാടി. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കാൻ പറ്റില്ല. മൈക്ക് പിടിക്കുന്ന പോലെ ഹായ് ഹലോ വെൽക്കം ടു സ്റ്റാർ മാച്ച്. ഇപ്പൊ ബൈ റണ്ണിങ് മാറിപ്പോ, അതുകൊണ്ട് ഇപ്പൊ പറയണില്ല. അപ്പൊ ഓക്കെ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ട്. ഇല്ല അത് കൈ ചെരിക്കുമ്പോ ചെരിയുന്നതാണ്. 100% ഓക്കെയാണ്. ക്യാമറ ടീം പറഞ്ഞാൽ എന്താ അറിയോ, കണ്ട വഴി ഓടുകയാണെങ്കിൽ ക്യാമറ കൊണ്ട് അതുവഴി ഓടാൻ പറ്റില്ല. പിന്നെ സ്ലോ മോഷനിലൊക്കെ ഓടണമെന്ന് അവര് പറയണേ. ഇല്ലല്ല കുൽദീപ് പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് ആരൊക്കെ ടാറ്റു ചെയ്ത് അവർക്കൊന്നും വേദന എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹായ് അടിപൊളിയായിട്ടുണ്ടല്ലേ? കമന്റ് ചെയ്യണേ എല്ലാവരും ഇഷ്ടമായോ എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ.
ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചുതരാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ടോ എന്ന് എൻ്റെ ഡൗട്ട്. അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ്. ഇത് കൈ ഇങ്ങനെയല്ല, നമ്മൾ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്, മനസ്സിലായി? ഇതിന് സ്ട്രെയിറ്റ് ആണ് സംഭവം വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. എങ്ങനെയുണ്ട് വേദന നോക്കുക. ഉണ്ടോ? അതെ, ആ കുറച്ചും കൂടെ സൂചി എടുത്ത് കുത്തല്ലേ. അതാണ് പ്രശ്നം. ശ്യാമൻ എന്താ ഇവിടെ തനിഷേ? വേദനയില്ല. ഞാൻ പൊതുവെ ഇങ്ങനെയാ, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഇതാ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, വേദനയില്ല കേട്ടോ. വേദന ഉണ്ടാകത്തില്ല, കുഞ്ഞു പെയിനല്ലേ ഉള്ളൂ. സഹിക്കണമല്ലോ, കാരണം നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണം. അത്ര വേദന ഒന്നുമില്ല, സഹിക്കാൻ പറ്റും. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എന്താ നമ്മള് പെയിൻലെസ് ആയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുണ്ടോ? ഓഹോ, നമ്മുടെ കൈ കൊണ്ട്. അല്ല സീരിയസ്ലി, എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും പേടിപ്പിച്ചേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആയി, ഭയങ്കര കൂളായി, കുഴപ്പമൊന്നുമില്ല. നേരത്തെ ചിരിയല്ലല്ലോ, ഞാൻ ഉള്ളിന്ന് ചിരിക്കണ ചിരിയല്ലേ. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, വേദനയില്ല. സത്യമായിട്ട് ഞാൻ നേരത്തെയുള്ള ഞാനല്ലല്ലോ ഇപ്പോഴത്തെ ഞാൻ. എന്താന്ന് അല്ല, നേരത്തെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം വേദന എടുക്കാത്ത മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളിത് സ്കിന്നിന്റെ അകത്തോട്ട് ഒരുപാട് കയറുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ മാത്രമേ നമ്മള് ടാറ്റു ചെയ്യുന്നുള്ളൂ. ഇപ്പം നക്ഷത്ര എന്ന് പറഞ്ഞ ഏത് ഫോണ്ടിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഗൂഗിളിലൊക്കെ ജസ്റ്റ് പല ഫോൺസും കിടക്കുന്നില്ല, പക്ഷെ അതിലൊക്കെ എല്ലാവരും ചെയ്യണ ആ സെയിം ട്രാക്ക് പിടിക്കാണ്ട് നമുക്ക് യുണീക്ക് ആയിട്ടൊരു ഫോണ്ടിലാട്ടോ ചെയ്തത്. രണ്ട് ഫോണ്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. തീരാറായി, മൊത്തത്തിൽ ഒരു ഹാഫ് ആൻ അവർ മതി എന്നാ പറയണേ. ഹാഫ് ആൻ അവർ വേണ്ടാന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് തരും. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു കുൽദീപിന്റെ, ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ ഓക്കെ ഓൾ റൈറ്റ്, ഐ എം ഓൺ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ പതുക്കെ എനിക്ക് പേടിയായിരുന്നു സത്യമായിട്ടും. ഇത് വേദനിക്കില്ലേ? അപ്പൊ കുൽദീപ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ ഓരോന്ന് ഡിസൈൻ ഇതുവരെ സെറ്റ് ആയിട്ടില്ല, അപ്പൊ ഞാൻ ഇൻഫോം ചെയ്യാട്ടോ, ഞാൻ കുറച്ച് തിരക്കില്ലാന്ന് പറഞ്ഞിങ്ങനെ സ്കൂട്ടായി പോവായിരുന്നു. ആഫ്റ്റർ കെയർ ഇനി എന്തൊക്കെയാ ചെയ്യണ്ടേ? ആഫ്റ്റർ കെയർ എന്ന് വെച്ചാൽ ഞങ്ങൾ മെയിനായിട്ട് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാം ടാറ്റു. കാരണം കസ്റ്റമേഴ്സ് കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്നല്ല, നോർമൽ ഇപ്പോൾ ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാറ്റു അടിക്കുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ കെയറിനുള്ളത്. ശരിക്കും നന്നായിട്ട് കെയർ ചെയ്യുക. ഒരു ഫസ്റ്റ് 7 days എന്നുള്ളത് ഞങ്ങൾ കസ്റ്റമേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്, ചിക്കനും ആൽക്കഹോളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതാദ്യമേ പറയണ്ടേ, ചിക്കൻ കഴിക്കാൻ പാടില്ലേ? ചിക്കൻ കഴിക്കാൻ പാടില്ല. ചിക്കൻ 7 days. വെള്ളം 7 daysലേക്ക് നനക്കാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. അല്ല, ഇത് മാക്സിമം വെള്ളം തട്ടാണ്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചില ആൾക്കാരുണ്ട് ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളത്. ടാറ്റു അടിച്ചിട്ട് ഒരു 6 monthsലേക്ക് ബ്ലഡ് ഡൊണേഷൻ പാടില്ല. ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 monthsലേക്ക് ബ്ലഡ് ഡൊണേഷൻ പാടില്ല. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം? പിന്നിലെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്കിന്റെ കണ്ടന്റ് ബ്ലഡിലും കൂടി ഉണ്ടാവും. അപ്പൊ ഈ ഒരു 3-4 months ആകുന്ന സമയത്ത് തന്നെ ബ്ലഡ് റീസൈക്കിൾ ചെയ്തിട്ട് നോർമൽ ഫ്രഷ് ബ്ലഡായി മാറുന്ന സമയത്ത് നോർമൽ ഒരു 6 മാസം കഴിഞ്ഞ സമയത്ത് നോർമൽ ബ്ലഡ് പോലെ തന്നെ ആയി പോകും. അപ്പൊ ചിക്കൻ കഴിക്കാൻ പാടില്ല, പിന്നെ കുളിക്കാൻ പാടും പക്ഷെ കയ്യിൽ വെള്ളം നനയ്ക്കാൻ പാടില്ല, പിന്നെ ബ്ലഡ് ഡൊണേഷൻ അതൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് ക്ലിയർ ഉണ്ട് കേട്ടോ. കഴിഞ്ഞു. അങ്ങനെ നക്ഷത്രയുടെ ഫൈനൽ സ്റ്റേജിൽ നക്ഷത്രം ഇട്ടിട്ട് ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ. ഇത് കുൽദീപിന്റെ നിർബന്ധമായിരുന്നു കേട്ടോ. നക്ഷത്രം എന്നുള്ള പേരിലുള്ള സ്റ്റാർ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നക്ഷത്രം ചോദിച്ചിട്ട് ലാസ്റ്റ് 3 പൊട്ട് തൊടുന്ന പോലെ 3 സ്റ്റാർസ് ഇടാ. 4 അമ്പട അവരുടെ അടുത്ത് പറയേണ്ട സ്റ്റാർ കൂട്ടിയിട്ടുണ്ട്. എന്റെ ആ സ്വഭാവത്തിലുള്ള നക്ഷത്ര തിളക്കം കൊണ്ട്
കഴിഞ്ഞ രശ്മി മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഫോം ഇട്ടിട്ട് ഫോം ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതാണ്. എന്തായാലും എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ 3-4 മാസമായിട്ട് നമ്മൾ ഈ ടാറ്റുവിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ച് ചാറ്റ് ചെയ്ത് മെസ്സേജ് ഒക്കെ അയച്ച് അല്ലല്ല, അത് ഇവിടെ വന്ന് ഇപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് നമ്മൾ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും ലക്ഷ്മി കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ടാറ്റു ചെയ്തപ്പോൾ ഇങ്ങനെ വീണിട്ടില്ല. അല്ല, ഫോമിൻ്റെ സമയത്ത് ചെറുതായിട്ട് വാഷ് ചെയ്യുന്ന സമയത്തുള്ളൊരു പെയിനാണ്. കഴിഞ്ഞ് ഇനി ലക്ഷ്മി കാണാൻ എങ്ങനെ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ടും നമ്മുടെ വർക്കൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആട്ടോ കക്ഷി. ഞാൻ ആദ്യം നോക്കില്ല, അത് നിങ്ങൾ കാണും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ലക്ഷ്മി നക്ഷത്ര എന്നെ എങ്ങനെ ആക്കി മാറ്റിയത് നിങ്ങളാണ്. ആ ഒരു നക്ഷത്ര നമ്മളിപ്പോ ടാറ്റു ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടം. ഈ ഫോണ്ട് അധികം ആൾക്കാരിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കുൽദീപ് പറഞ്ഞത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഫോണ്ടാണ് അധികം ആൾക്കാർ ട്രൈ ചെയ്യാത്തൊരു ഫോണ്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. നക്ഷത്ര. താങ്ക് യു കുൽദീപ്. അപ്പൊ മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ലക്ഷ്മി എക്സ്പീരിയൻസ്? എന്തൊക്കെ ചോദ്യം ചോദിച്ചാൽ ഈ കൈ ഇങ്ങനെ തന്നെ വന്നിരിക്കുള്ളൂ. ഓക്കെ എനിക്ക് എന്നോട് ഷെയിം പപ്പി എന്ന് പറയാൻ തോന്നുന്നു. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ടെൻഷൻ അടിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിട്ടോ കുൽദീപ്. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയോടൊപ്പമുള്ള ഈ ഒരു എക്സ്പീരിയൻസ്? അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു ലെവൽ ഉണ്ടായിരുന്നില്ല. ആള് നല്ല ഫ്രണ്ട്ലി ആണ്. കാരണം ആള് ഫ്രണ്ട്ലി എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ആ ലക്ഷ്മിനെ ആ പ്രോഗ്രാം കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫാമിലി ആയിട്ട് രീതിയിൽ കാണുന്നല്ലോ. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മളോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടാണ് ആള് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചെടുത്ത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ആള് ഇവിടെ വന്നപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല. ഒരിക്കലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നല്ല, നമ്മളൊരു ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ. അല്ല, ഞാനൊരു കാര്യം പറ്റേ, നമ്മള് ചാടിച്ച മസിലൊക്കെ ഇട്ട് എനിക്ക് എങ്ങനെ ചെയ്തരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി ഭയങ്കര കൊളായി പോകും. പിന്നെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. നമുക്ക് എനിക്കും അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ബെസ്റ്റ് ഇതൊരു ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ലെവൽ തന്നെയാണ് ആള് സംസാരിച്ചത്. എനിവേസ് താങ്ക് യു സോ മച്ച്. അപ്പം ഇവിടെ വന്നാൽ മതി. ചക്കരപ്പറമ്പിലാണ് കേട്ടോ ഡീപ് ഇങ്ക്സ്. അപ്പൊ നിങ്ങൾക്ക് വരാം. ഡീപ് ഇങ്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല ഡീപ്പായിട്ട് പക്ഷേ വേദനിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇങ്ക് ചെയ്ത് തരും, ടാറ്റു ചെയ്ത് തരും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പൊ ഏതായാലും ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ടാറ്റു ഒക്കെ ചെയ്തിട്ട് ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോണേക്കാളും മുന്നേ ടാറ്റു ചെയ്തു. നമ്മുടെ നമ്മുടെ കുൽദീപിന്റെ അടുത്തുനിന്ന്. അപ്പൊ ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് ടീച്ചർക്ക് വെറുതെയാണ് മനസ്സിലായി. വെറുതെ ഞാൻ ചമ്മി പോയിട്ടോ. ഭയങ്കര പേടിയൊക്കെ കാണിച്ചിട്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഓൺ ദ വേ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ദ മാൻ കമ്പനി ഒരു ലോഷനാണ് കേട്ടോ ഇത്. ഈ ഒരു ലോഷൻ ടാറ്റു ലോഷൻ, അതായത് ഇച്ചിങ് പ്രോബ്ലം ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് ചെയ്യരുത്, നാളെ മുതൽ 3 to 5 times ചെയ്യണം എന്നാ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ടാറ്റു ചെയ്തിട്ട് ആഫ്റ്റർ കെയർ ഇത് വാങ്ങണം. നന്നായിരിക്കും. വളരെ ബ്രാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തൊന്നുമല്ല, നല്ലതിന് വേണ്ടി പറഞ്ഞു തന്നതാ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇറുക്കിടുക്കൻ ടാറ്റു ആയിട്ട്. അപ്പൊ ഇനി മുതൽ ലക്ഷ്മി, ബാക്കി ഞാൻ ഇങ്ങനെ കാണിക്കും. നക്ഷത്രാണ് നിങ്ങൾ വായിക്കണത്. ഏതെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടുത്തത് ഇറുക്കിടുക്കൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ ബെൽ ബട്ടൺ കണ്ടിട്ടില്ലേ? ഒന്ന് ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. എനിക്ക് ഇത് കണ്ടിട്ട് പ്ലാൻ ചെയ്യണം ഒന്നുമില്ല. ഫുൾ പുകയാണ്. ഫുൾ ടാറ്റു ചെയ്തതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്.